ഈ ഒരു റീല് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പം കണ്ടോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റീല് സത്യം പറഞ്ഞാൽ ഞാനും ജാസ്മിനും കൂടെ ഞങ്ങൾ ഈ പബ്ലിക് കേരള നമ്മുടെ കാതർ കരിപ്പുടിയുണ്ട്. അപ്പം കാതർക്കയുടെ കല്യാണത്തിന് പോയ സമയത്ത് ആ സമയത്ത് ആരോ എടുത്തൊരു വീഡിയോ ആണിത്. ഞാനും ജാസ്മിനും അടുത്ത് നിൽക്കുന്ന സമയത്ത് ജാസ്മിൻ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഒരു സെൽഫി എടുക്കടാന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഞങ്ങൾ തമാശയ്ക്ക് ഒരു സെൽഫി എടുത്തതാണ്. അപ്പോൾ ആ ഫോട്ടോ ഞാൻ ഇവിടെ വയ്ക്കാം. അപ്പോൾ ഞങ്ങൾ ആ ഒരു സെൽഫി എടുക്കുന്ന ഒരു വീഡിയോ ആരോ എടുത്തിട്ട് ഇപ്പം നൈസായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ട് ആദ്യമേ ഫോട്ടോ എടുക്കാൻ വന്ന ആരാധകൻ എന്ന് പറഞ്ഞ് ജിഞ്ചർ മീഡിയ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെടുത്തുകൊണ്ട് പോയി വേറെ ഏതോ ഒരു വായി നോക്കി ജാസ്മിൻ കമ്മിറ്റഡ് ആണ്, ഒടുവിൽ അവനെ കണ്ടെത്തി, ഇവനല്ലേ അവൻ. കാര്യം ജാസ്മിനെ പറ്റി പറഞ്ഞ് എന്തിട്ട് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ കയറുമെന്ന് എന്തായാലും അറിയാം. സോ അങ്ങനെ നൈസായിട്ട് ഇട്ട് എനിക്കിത് ആക്ച്വലി ഒരുപാട് പേര് അയച്ചു തന്നു. കാര്യം ഒന്നും മനസ്സിലാക്കുക നിങ്ങൾ. കാര്യം ആൾക്കാർ എത്രത്തോളം നെഗറ്റീവ് ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ റീൽസ് വരുന്നത്. ഇപ്പം നമുക്കിപ്പോൾ ബിഗ് ബോസിന്റെ കേസ് എടുക്കാം. അപ്പം അതിനകത്ത് ജാസ്മിൻ പോലും അറിയാത്ത ഈ വൊമിറ്റ് ചെയ്യുന്ന ഒരു സീനുണ്ട്. അതെടുത്ത് വെച്ചിട്ട് വൊമിറ്റിങ്ങിന്റെ സംഭവം എടുത്തിട്ട് ഇപ്പം ജാസ്മിൻ പ്രഗ്നന്റ് ആയെന്നുള്ള രീതിയിലാണ് ആൾക്കാരത് വളച്ചൊടിച്ചിട്ട് സംസാരിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും ഇതുപോലുള്ള കുറെ ഊളപ്പരിപാടികളുമാണ് മിക്ക ആൾക്കാരുടെയും പരിപാടി. എന്തായാലും കുഴപ്പമില്ല. ഇത് അത്യാവശ്യം 2 മില്യൺ 3 മില്യൺ ആൾക്കാർ കണ്ടിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്. കാര്യം ഇതൊക്കെ ചെയ്യുമ്പോൾ ഓരോരുത്തർക്ക് ഇത് പേഴ്സണലി ഏതൊക്കെ രീതിയിൽ ബാധിക്കുമെന്ന് പോലും വിവരമില്ലാതെയാണ് വന്നിരുന്ന് ചെയ്യുന്നത്. അപ്പൊ ഞാനിത് എന്റെ ഭാഗത്തൊരു എക്സ്പ്ലനേഷൻ ഞാൻ ഇതുവരെ വന്ന് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് മാത്രം ഞാൻ ഇതിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. അങ്ങനെ ജാസ്മിൻ ഇന്ന് കൺഫെഷൻ റൂമിൽ പോയിട്ട് ഇരുന്ന് ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞ് കാര്യം എന്ന് പറഞ്ഞാൽ സിബിനുമായിട്ടുള്ള പ്രശ്നത്തിന്റെ പേരിലാണ്. അപ്പൊ എന്താണ് സംഭവം എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. സ്വാഭാവികമായിട്ട് കൊറിയോഗ്രാഫർ കൂടിയായിട്ടുള്ള നമ്മുടെ സിബിനാണ് എല്ലാവർക്കും സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം നന്ദനയുടെ അടുത്ത് നന്ദനയ്ക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള സ്റ്റെപ്സ് വന്നപ്പോൾ പറഞ്ഞു പറ്റുന്ന മാത്രം ചെയ്താൽ മതി എന്നും കണ്ട് പറഞ്ഞു. അപ്പം അത് സിബിൻ ഓർത്തത് സിബിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതി പറഞ്ഞു എന്നാണ്. അപ്പം തിരിച്ച് സിബിൻ കുറച്ചൊന്ന് റൈസായി, നീ വലിയ സ്റ്റാർ ആവാൻ നോക്കണ്ടെന്ന് സംതിങ് അങ്ങനത്തെ ഒരു ടോക്ക് അവിടെ വന്നു. അപ്പോൾ ജാസ്മിൻ ഭയങ്കര ഹേർട്ടായി. ജാസ്മിൻ വാഷ്റൂം ഏരിയയിലൊക്കെ പോയിരുന്ന് കരയുന്നുണ്ട്. അങ്ങനെ ഭയങ്കര കരച്ചിലും വിളിയൊക്കെ ആയി. എന്നിട്ട് അങ്ങനെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു. അവിടെ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്നൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സിബിൻ അത് പറഞ്ഞതല്ല പ്രശ്നം. ഓൾറെഡി ജാസ്മിൻ ഈ കഴിഞ്ഞൊരു വീക്ക് മുഴുവൻ ഡൗൺ ആണ്. സായി പറഞ്ഞ കാര്യങ്ങൾ വീക്കെൻഡ് എപ്പിസോഡ് ആവാൻ പോവാണ്, ലാലേട്ടൻ വരും, ഇനി അടുത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ള ടെൻഷൻ, ഇതെല്ലാം കൊണ്ടും ആക്ച്വലി കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ് ജാസ്മിൻ്റെ. അപ്പോൾ ചെറിയൊരു കാര്യം കൂടെ വന്നപ്പോൾ പെട്ടെന്ന് ഹേർട്ടായി. എന്തായാലും ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വിളിച്ചിരുത്തിയിട്ട് ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇതൊരു മത്സരമല്ലേ, എല്ലാവരും ജയിക്കാനാണ് വന്നത്, സ്വാഭാവികമായും എതിരാളിയെ തളർത്താൻ ശ്രമിക്കും, കൂടുതൽ ശക്തമായി മുന്നോട്ട് പോവുക എന്നൊക്കെ പറയുന്നുണ്ട്. ജാസ്മിന്റെ കാര്യത്തിൽ ഇതൊക്കെ വർക്കൗട്ട് ആവുമെന്ന് കണ്ടു തന്നെ അറിയണം. കാരണം ജാസ്മിനെ ബാധിച്ചിരിക്കുന്നത് ബിഗ് ബോസിനകത്തെ പ്രശ്നങ്ങൾ മാത്രമല്ല, ബിഗ് ബോസിന് പുറത്തെ പ്രശ്നങ്ങൾ കൂടിയാണ്. പ്രത്യേകിച്ച് പാരൻസ്, ഫാമിലി, റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ്, ഇവരൊക്കെ ജാസ്മിനെ കുറിച്ച് മോശമായി സംസാരിക്കുന്നു, ചിന്തിക്കുന്നു എന്നുള്ള ധാരണ അവരെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. പുറത്ത് വലിയ രീതിയിലുള്ള നെഗറ്റീവ് തനിക്ക് നേരിടേണ്ടി വരുന്നു എന്ന ആശങ്ക അവർക്കുണ്ട്. അപ്പൊ അകത്ത് അതുകൊണ്ട് തന്നെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോ ഈ പൊട്ടിക്കരയാനോ എടുക്കാനോ ഒക്കെ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത ആരാണ്? ജാസ്മിനാണ്. ജാസ്മിൻ ഇപ്പം അതിന് ഭയങ്കരമായിട്ട് കരയുകയും കൺഫെഷൻ റൂമിലൊക്കെ ഇരുന്ന് ഓരോന്നിരുന്ന് പറയുമ്പം പുറത്ത് ഇതേപോലെ വിഷമിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. വാപ്പയായാലും ഉമ്മയായാലും. ഇപ്പോൾ എക്സാമ്പിൾ അഫ്സലിന്റെ കേസ് എടുക്കാം. അഫ്സലൊക്കെ സത്യം പറഞ്ഞാൽ മെന്റലി ഭയങ്കര ഡൗൺ ആണ്. അഫ്സലിന്റെ ഒരു സ്റ്റോറി നിങ്ങൾ കണ്ടു കാണുമായിരിക്കാം. ആ ഒരു സ്റ്റോറിയൊക്കെ ഇട്ടിട്ട് അപ്പം തന്നെ അവൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവന്റെ മാനസികാവസ്ഥ സത്യം പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള രീതിയിലോട്ടാണ് പോണത്. കാര്യം അവനും ഒരു മനുഷ്യനാണ്. അവൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കുന്നു, അവൻ്റെ അടുത്ത് വീട്ടുകാർ ചോദിക്കുന്നു, അവൻ പബ്ലിക്കിന്റെ മുന്നിൽ അവനൊരു കോമാളിയായിട്ട് മാറുന്നു. അപ്പം ഇതൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് നമ്മൾ വന്നിരുന്ന് കരഞ്ഞിട്ട് കൊടുത്തിട്ടും അല്ല ചെയ്യേണ്ടത്. കഴിവതും ആ ഗെയിം മാറ്റി പിടിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ഷോയുടെ ടാഗ് ലൈനെ എന്താണ്? ഒന്ന് മാറ്റി പിടിക്കുക. അതേപോലെ എന്തെങ്കിലും ഒരു മാറ്റിപ്പിടുത്തം നടത്താനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലോണം കയറി വരുന്നുണ്ട്. അപ്പം പിന്നെ ഒന്നാമത്തെ കാര്യം, ഇപ്പൊ അതിനകത്തുള്ള കണ്ടസ്റ്റൻസുകൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യണത് ജാസ്മിനെയാണ്. കാര്യം ജാസ്മിന്റെ വീക്ക് പോയിന്റ് എന്താണെന്ന് അവർക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി അത് വെച്ച് അവന്മാർ ട്രിഗർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ കാട്ടിക്കൂട്ടിയതിന്റെ ഒക്കെയാണ് ആ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്തിപ്പം വലിയ തരക്കേടൊന്നുമില്ല. എന്തായി കഴിഞ്ഞാലും വേറെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ജാസ്മിന് ഈ പറയുന്ന പോലെ ഹൈജീൻ ഇല്ല എന്നും പറഞ്ഞിട്ട് കുറെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. അതിനകത്ത് മെയിനായിട്ട് ആൾക്കാർ പറഞ്ഞതാണ്, പ്രത്യേകിച്ച് നന്ദന പോലും വൈൽഡ് കാർഡായിട്ട് അതിനകത്ത് കയറിയപ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞ കാര്യമാണ് ജാസ്മിന് ഹൈജീൻ ഇല്ല, ഒട്ടും വൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞു. പ്രത്യേകിച്ച് ഈ കുളിയുടെ കാര്യങ്ങളൊക്കെ ഒരുപാട് പുറത്തിങ്ങനെ വരുന്നുണ്ട്. ഈ കുളിക്കാത്തതിൻ്റെ നനയ്ക്കാത്തതിൻ്റെ ഒക്കെ കാര്യങ്ങൾ. ഓക്കെ, അപ്പം ഈ ഹൈജീനെ പറ്റിയിട്ട് ഇപ്പോൾ കുറച്ച് മുന്നേ ഞാനിപ്പോൾ സമ്മറേട്ടൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അവിടെ ഉള്ളവരുടെ വൃത്തിയെ പറ്റിയിട്ട് ഒരു വീഡിയോ ആണത്. അത് നിങ്ങളെല്ലാവരും പോയി കാണണം. എന്തായാലും ഞാൻ ആ വീഡിയോ ഇവിടെ വയ്ക്കാം, ഒന്ന് കേട്ടു നോക്കാം നമുക്ക്. ജാസ്മിനെ വിമർശിച്ചിട്ടുണ്ട്. ജാസ്മിന്റെ ഹൈജീൻ വലിയ പ്രശ്നമായി ഉയർത്തി കാണിച്ച് പലപ്പോഴും അവരെ മാനസികമായി തളർത്താൻ ശ്രമിച്ചവരൊക്കെ വളരെ വൃത്തിയായിട്ടാണോ ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നത്? കഴിഞ്ഞ ഒരാഴ്ച തന്നെ എടുത്തു നോക്കിയാൽ ഒട്ടും
വൃത്തിയില്ലാതെ പെരുമാറിയ ഒരുപാട് പേര് അവിടെയുണ്ട്. ഞാൻ ആരുടെയും പേരെടുത്തതിനകത്ത് പറയുന്നില്ല. കിച്ചണിന്റെ തൊട്ട് വെളിയിലായിട്ട് നിന്നിട്ട് ഒരാൾ തുമ്മുകയാണ്, കൈവച്ച് തന്നെയാണ് തുമ്മിയത്. പക്ഷേ ഈ തുമ്മിയതിനു ശേഷം ഈ കൈ എന്ത് ചെയ്തു, എവിടെ തേച്ചു എന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ വേറൊരാൾ ഇതുപോലെ തന്നെ തുമ്മിയിട്ട് നേരെ നമ്മുടെ ലിവിങ് ഏരിയയിൽ വന്നിരിക്കുകയാണ്. ഇരുന്നിട്ട് അതേ കൈ കൊണ്ട് തന്നെ മറ്റൊരാൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത് ഞാൻ കണ്ടു. കിച്ചണിൽ ആരെയും മുടി അഴിച്ചിടാനായിട്ട് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കയറിയ വൈൽഡ് കാർഡുകൾ പോലും മുടി കെട്ടാതെയാണ് കിച്ചണിൽ പോയി നിൽക്കുന്നത്. ഈ നമ്മുടെ നന്ദനയുടെ കാര്യമൊന്നും പറയണ്ട. നന്ദന എപ്പോഴെങ്കിലും തലമുടിയൊക്കെ കെട്ടിവെച്ച് പൊതിഞ്ഞു വെച്ച് കിച്ചണിൽ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ജാസ്മിൻ മുടി അഴിച്ചിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞകത്ത് പോയ ആളാണ്. അതൊക്കെ പോട്ടെ, നമ്മുടെ ജിൻഡോ എനിക്ക് വളരെ ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റ് ആണ്. ജിൻഡോ ജാസ്മിന്റെ അടുത്ത് ഒരു ദിവസം വഴക്കുണ്ടാക്കിയത് ലിവിങ് ഏരിയയിൽ തുണി കൊണ്ടുവച്ച കാര്യം പറഞ്ഞിട്ടാണല്ലോ. അവരുടെ ഇന്നേഴ്സ് വരെ എടുത്തു ഉയർത്തി. അന്ന് ഞാൻ ജിൻഡോയുടെ ഭാഗത്തും കൂടി ന്യായമുണ്ടെന്ന് പറഞ്ഞ ആളാണ്. കാരണം ആ ചൂലുമായി ബന്ധപ്പെട്ട ഇഷ്യൂല് ജിൻഡോയുടെ ഭാഗത്ത് ന്യായമുണ്ടായിരുന്നു. അതിനൊക്കെ അപ്പുറം അയാൾ പവർ ടീം മെമ്പർ ആയിരുന്നിട്ടും അയാളെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ജാസ്മിനും ഗബ്രിയും കൂടെ അന്ന് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും കുറച്ചൊക്കെ ന്യായം അയാളുടെ ഭാഗത്തും ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ജിൻഡോയുടെ തുണി കിടക്കുന്നത് കിച്ചണിലാണ്. അതായത് ടവല്, നമ്മൾ കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ടവല് കിച്ചണിൽ കിടക്കുകയാണ്. അത് ജാൻമണി എടുത്തോണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവരുള്ളവരുടെ തന്നെ വൃത്തി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എന്തോ പറയണ്ട, ആദ്യം ചെല്ലുമ്പോൾ അവിടെ ക്യാമറയുണ്ട് കാര്യങ്ങളുണ്ടെന്നൊക്കെ എല്ലാവർക്കും ഒരു ബോധം വരും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ അതെല്ലാം അങ്ങ് മറന്നുപോകും. ജാസ്മിന്റെ കേസിലും സംഭവിച്ചത് അത് തന്നെയാണ്. പല കാര്യങ്ങളിലും അവിടെ ക്യാമറ ഉണ്ട്, പുറത്ത് ഏത് രീതി വരുമെന്ന് ചിന്തിക്കാതെ പറ്റിപ്പോയത് കുഴപ്പമാണ് സത്യം പറഞ്ഞാൽ. എന്തായി കഴിഞ്ഞാൽ ഇത് ഓരോരുത്തരുടെ ഇങ്ങനെയുള്ള റിയൽ ആയിട്ടുള്ള ക്യാരക്ടർ തീർച്ചയായിട്ടും അതിനകത്ത് ചിലപ്പോൾ പുറത്തു വരും. ഇപ്പം തന്നെ അതിനകത്തുള്ളവന്മാർക്കൊന്നും നേരെ വൃത്തിയും കാര്യങ്ങളൊന്നുമില്ല. ജിൻഡോയുടെ ഭാഗത്തു നിന്നും കണ്ടോ, ജിൻഡോ ഓരോ കാര്യങ്ങൾ ഈ പറയുന്ന ജാസ്മിന്റെ ഡ്രസ്സിനെ പറ്റിയിട്ട് ഹൈലൈറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ട് ഈ മറ്റേ നീ കുളിക്കാതെ നീ ഇവിടെ കൊണ്ടുവന്ന ഡ്രസ്സ് ഇടുന്നതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ജിൻഡോയുടെ തന്നെ ടവല് കിച്ചണിൽ കിടന്നിട്ട് അതുവരെ എടുത്തുകൊണ്ട് ജാൻമണിയാണ് കൊണ്ട് കൊടുത്തതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ശരിയാണ്, അതെല്ലാം ഒരു വിഷയമാക്കാം. അതൊന്നും സത്യം പറഞ്ഞാൽ അവരാരും അത് ശ്രദ്ധിക്കാതെ പോകുന്നതായിരിക്കും ആ ഒരു കാര്യമൊക്കെ. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്ന പോലെ അതേപോലെ തിരിച്ച് കിട്ടുന്നുണ്ട് ഓരോ കാര്യം. പ്രത്യേകിച്ച് വേറൊരു കാര്യം കൂടി പറയാം, ജാസ്മിൻ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ട് വരുന്നുണ്ട്. ആ ഒരു സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ടോപ്പ് 5 വരാൻ പറ്റും. നേരെ മറിച്ച് ഗബ്രിയായിട്ട് പോയിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ കാണിച്ചാൽ ഉറപ്പായിട്ടും അധികം നാളെ അതിനകത്ത് നിൽക്കേണ്ടി വരില്ല. കാര്യം ഒറ്റയ്ക്ക് ഇൻഡിവിജ്വലായിട്ട് കളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ടോപ്പ് 5 ഡിസേർവ് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ജാസ്മിൻ. ഞാൻ എൻ്റെ വീഡിയോ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നല്ലോണം കളിച്ചു കഴിഞ്ഞാൽ ഞാൻ നല്ലോണം തന്നെ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. ജാസ്മിൻ അതിനകത്ത് ചെയ്യുന്ന ഗെയിമും പിന്നെ അതിനകത്ത് അത് കാരണം അഫക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ പേരിലാണ് നമ്മൾ അതിനകത്ത് വീഡിയോ ചെയ്ത് പറയുന്നത്. കാണിക്കുന്ന തോന്നിവാസമാണെന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞത്. അപ്പോൾ ഇനിയെങ്കിലും അതെല്ലാം മാറ്റിയിട്ട് നേരെ ചുവേ കളിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാളും കൂടെ പിടിച്ചു നിൽക്കാം. ഈ ഉണ്ടായ നെഗറ്റിവിറ്റി കംപ്ലീറ്റ് മാറിയിട്ട് പുറത്തിറങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ ഷോ ക്യൂട്ട് ചെയ്യാനോ എടുക്കാനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇതെല്ലാം ഫേസ് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സോ ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.